കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ രാത്രിയും പകലും ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുകയാണ് പാലക്കാട് കണന്നൂരിലെ നെൽ കർഷകർ. കതിരിട്ട നെൽകൃഷി കാട്ടുപന്നികൾ നശിപ്പിക്കുന്നതോടെ ദുരിതത്തിലും സാമ്പത്തിക നഷ്ടത്തിലുമാണിവർ. പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കാനൊരുങ്ങുകയാണ് പ്രദേശത്തെ കർഷകർ. പാലക്കാട് തൃത്താല പഞ്ചായത്തിലെ ഞാങ്ങാട്ടിരി പടിഞ്ഞാറൻ പാടശേഖരത്തിലാണ് കാട്ടുപന്നികൾ കൂട്ടമായെത്തി വ്യാപകമായി നെൽകൃഷി നശിപ്പിക്കുന്നത്. കാട്ടുപന്നി എത്തി നെൽച്ചെടികൾ നശിപ്പിക്കുകയും വരമ്പുകൾ തകർക്കുകയും ചെയ്യുന്നതിനാൽ കർഷകർ ഏറെ ദുരിതത്തിലാണ്. ഇതോടെ കതിരണിഞ്ഞ 5 ഏക്കറോളം നെൽവയൽ സംരക്ഷിക്കാൻ ഉറക്കമൊഴിഞ്ഞ് കാവലിരിക്കുകയാണിപ്പോൾ കർഷകർ. രണ്ടാം വിളയായി ഉമാ നെൽവിത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. മകരക്കൊയ്ത്തിനൊരുങ്ങുന്ന കർഷകർക്ക് ഏറെ നാളായി പന്നിശല്യമുണ്ട്. വയലിൽ പന്നികൾ ഓടി വിളയാടിയതിനാൽ കതിരെല്ലാം നിലം പൊത്തിയ സ്ഥിതിയിലാണ്. ആ ഒരു അവസ്ഥയിലാണ് തണുപ്പ് വയ്യ. ഈ രാത്രി നടക്കുമ്പോ ഇതിലൊക്കെ മഞ്ഞെള്ളം കൊണ്ടേ കാല് വല്ല കണ്ടത്തിലിറങ്ങി കൂട്ടിയ മാതിരിയായി. കാട്ടുപന്നികൾ നെല്ല് നശിപ്പിക്കുന്നത് തടയാൻ രാത്രി കാവലിരിക്കുന്ന കർഷകർ പടക്കം പൊട്ടിച്ചാണ് അവയെ തുരത്തുന്നത്. പ്രതിസന്ധികൾ നേരിട്ടും ദീർഘകാലമായി കാർഷിക രംഗത്ത് ഉറച്ചു നിൽക്കുന്ന കറുവള്ളി രാമചന്ദ്രൻ, മഞ്ഞാരുമൽ വാസു, ശങ്കരകുമാർ കറുവള്ളി, KP അയ്യപ്പൻ, PK വിജയകുമാർ കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഈ പച്ച നെറ്റൊക്കെ കെട്ടിയിട്ടുണ്ടോ, 50 ഉറുപ്പ്യാണ് ഒരു മീറ്ററിനത്. അങ്ങനെ 50-100 മീറ്റർ മേടിച്ച് കെട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനത് പണിയണ്? അപ്പൊ കാർഷിക ശല്യം കാരണം സഹായം അതുകൊണ്ട് ആൾക്കാർ നിർത്തുകയാണ്. ഇതൊക്കെ പണിയെടുത്തിരുന്നാണേ. ഇത് 1-2 ഏക്കറോളം ഇവിടെ തന്നെ ഈ തെക്ക് ഭാഗം തന്നെ കിടക്കുന്നുണ്ട്. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത സ്ഥലമാണ്. ഈ ഒരു പന്നിയുടെ ശല്യം അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഇല്ല. അസഹ്യമായ തണുപ്പ് വകവെക്കാതെയാണ് കർഷകർ തങ്ങളുടെ കൃഷിയും സമ്പാദ്യവും സംരക്ഷിക്കാൻ കാവൽ തുടരുന്നത്. കൊയ്ത്തു കഴിയുന്നവരെ ഇങ്ങനെ കഴിയുമെന്ന അവസ്ഥയിലാണ് കർഷകർ. കാട്ടുപന്നി ശല്യം കാരണം കർഷകർ നെൽകൃഷി ചെയ്യാൻ മടിക്കുകയാണ്. അതിനാൽ വ്യാപകമായി കൃഷി ഉണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ കൃഷി നാമമാത്രമായി. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ കൃഷി പാടെ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ് കർഷകർ പറയുന്നത്. M5 ന്യൂസ്, പാലക്കാട്. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.